സീരീസുകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും പലരും അതിനെ ഒഴിവാക്കി നിർത്തുന്നത് എപ്പിസോഡുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ്. അത്തരത്തിലുള്ളവർക്ക് തീർച്ചയായും സമീപിക്കാൻ കഴിയുന്ന ഒന്നാണ് മിനി സീരീസുകൾ. 10 അതിൽ താഴെ എപ്പിസോഡുകൾ മാത്രമുള്ള 1-2 ദിവസങ്ങൾ കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുന്ന മിനി സീരീസുകൾ. ഒന്നാമത്തെ സീരീസ് HBO വഴി പുറത്തിറങ്ങിയ മേയർ ഓഫ് ഈസ്റ്റോൺ. 1 മണിക്കൂർ ദൈർഘ്യമുള്ള 7 എപ്പിസോഡുകൾ മാത്രമാണ് ഈ സീരീസിലുള്ളത്. ഇതൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ സീരീസാണ്. ഈസ്റ്റോൺ എന്ന ടൗണിലാണ് കഥ നടക്കുന്നത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥയാണ് മേയർ. ആ ടൗണിലുള്ള എല്ലാവരെയും മേയറിന് പേഴ്സണലായിട്ട് അറിയാം. ഈസ്റ്റോണിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി കൂടി അവിടെ കൊല ചെയ്യപ്പെട്ടു. ഈ 2 കേസിൻ്റെയും അന്വേഷണ ചുമതല വന്നെത്തുന്നത് മേയറിലേക്കാണ്. നായികയാണെങ്കിൽ പോലും ഒരു ശക്തമായ പോലീസ് ഉദ്യോഗസ്ഥയല്ല മേയർ. തൻ്റെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മേയറിലുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അവരുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി സംശയിക്കപ്പെടുന്നവരൊക്കെ മേയറിന് പരിചയമുള്ളവരും അറിയുന്നവരും ഒക്കെയാണ്. അങ്ങനെ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയും മേയറിന് കടന്നു പോകേണ്ടി വരുന്നു. കുറച്ചൊന്ന് പതിഞ്ഞ താളത്തിലാണ് സീരീസ് പറഞ്ഞു പോകുന്നത്. അതായത് ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഈ സീരീസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും സ്റ്റോറിയിൽ സുപ്രധാനമായ പങ്കുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന പല ക്യാരക്ടേഴ്സിനും പല സീനുകൾക്കും പിന്നീട് വലിയൊരു ഇമ്പാക്റ്റ് സ്റ്റോറിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ സീരീസുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് HBO വഴി പുറത്തിറങ്ങിയ മേയർ ഓഫ് ഈസ്റ്റോൺ. രണ്ടാമത്തെ സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങിയ അൺബിലീവബിൾ. ആൻഡ് അൺബിലീവബിൾ സ്റ്റോറി ഓഫ് എ റേപ്പ് എന്ന ആർട്ടിക്കിളിനെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെയാണ് ഈ സീരീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ പല സംഭവങ്ങളുമായിട്ടും ഈ സീരീസിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും. മരിയ എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ താമസ സ്ഥലത്ത് വെച്ച് ഒരു അജ്ഞാതനാൽ പീഡിപ്പിക്കപ്പെടുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റുള്ളവരിൽ മീഡിയാസിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ആ കുട്ടി കടന്നു പോകേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും ഒക്കെയാണ് സീരീസ് പറയുന്നത്. മരിയയുടെ മാത്രമല്ല ഇതേ അബ്യൂസ് നേരിടുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കഥയും ഈ സീരീസിൽ പറയുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട അബ്യൂസ് നേരിട്ട് പറയുമ്പോൾ സമൂഹം അതിനെ പല കണ്ണിലാണ് എടുക്കുന്നത്. സമൂഹം അവളെ പല രീതിയിലാണ് കാണുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സീരീസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് അൺബിലീവബിൾ. മൂന്നാമത്തെ സീരീസ് ഹോണ്ടിങ് ഓഫ് ദ ഹിൽ ഹൗസ്. ഇതൊരു മിസ്റ്ററി ഹൊറർ സീരീസാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. ഹൊററിനും ത്രില്ലറിനും ഫാമിലി ഇമോഷൻസിനും ഒക്കെ ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്ന ഒരു സീരീസാണ് ഹോണ്ടിങ് ഓഫ് ദ ഹിൽ ഹൗസ്. അച്ഛനും അമ്മയും 5 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം പുതിയൊരു ഹിൽ ഹൗസിലേക്ക് താമസം മാറ്റുന്നു. അതിനുശേഷം ആ വീട്ടിൽ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങളും ഇവർക്കുണ്ടാകുന്ന അസാധാരണമായ അനുഭവങ്ങളും ഒക്കെയാണ് സീരീസിൽ പറയുന്നത്. ഹൊററിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ സൗണ്ട് ഇഫക്ട്സിനും വിഷ്വൽസിനും ഒരുപാട് പ്രാധാന്യം ഈ സീരീസിലുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഈ സീരീസിൽ ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. വളരെ മികച്ച ഒരു സീരീസ് അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഹോണ്ടിങ് ഓഫ് ദ ഹിൽ ഹൗസ് വഴി കിട്ടുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. 4മത്തെ സീരീസ് ദ ഔട്ട്സൈഡർ. സ്റ്റീഫൻ കിങ്ങിന്റെ ദ ഔട്ട്സൈഡർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. 50 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. 11 വയസ്സുള്ള ഒരു ആൺകുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. ഈ കൊലപാതകം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ഡിറ്റക്റ്റീവ് കടന്നു വരുന്നു. ഈ കൊല ചെയ്തത് ആരാണെന്ന് തേടിയുള്ള ഡിറ്റക്റ്റീവിൻ്റെ യാത്രയും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ഒക്കെയാണ് ഈ സീരീസ് പറയുന്നത്. ഹൊററിനും ത്രില്ലറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഈ സീരീസിലുള്ളത്. ത്രില്ലിംഗ് എലമെൻസിൻ്റെ കൂടെ തന്നെ ഹൊറർ എലമെൻസും നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റും. വളരെ മികച്ചൊരു സീരീസ് അനുഭവം തന്നെയായിരിക്കും ദ ഔട്ട്സൈഡർ നൽകുക. അതായത് വളരെ സ്ലോയിലാണ് ഈ സീരീസിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ സീരീസ് കാണുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിരാശ ഉണ്ടായിരിക്കാം. അതായത് എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാ ഇൻസിഡൻസിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരുപോലെ ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സീരീസ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഒരു വേഗത കുറവ് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ എന്നിരുന്നാലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ സീരീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. 5മത്തെ സീരീസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മിനി സീരീസാണ് ചെർണോബിൾ. 1986 ഉക്രൈനിലെ ചെർണോബിൽ ആണവ നിലയത്തിൽ നടന്ന ഒരു ദുരന്തത്തിൻ്റെ കഥയാണ് സീരീസ് പറയുന്നത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള വെറും 5 എപ്പിസോഡുകൾ മാത്രമാണ് സീരീസിലുള്ളത്. എന്നിരുന്നാലും ആ ദുരന്തത്തിൻ്റെ ഭീകരതയും അത് കഴിഞ്ഞുണ്ടായ ഭീകരാവസ്ഥയും അത് കഴിഞ്ഞ ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ഉക്രൈനിലുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ പറയാൻ ആ 5 എപ്പിസോഡുകൾ തന്നെ ധാരാളമായിരുന്നു. നമ്മുടെ മനസ്സിലൊരു വേദന അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. 5 എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ചെർണോബിൽ ദുരന്തത്തിൻ്റെ കാരണവും ആ ദുരന്തത്തിന് ശേഷം ആ സമൂഹത്തിനും ആ നാടിനും ആ ആണവ നിലയത്തിനും ഉണ്ടായ മാറ്റങ്ങളും ഉണ്ടായ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നൊരു സീരീസാണ് ചെർണോബിൾ. നിങ്ങൾ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് ചെർണോബിൾ. ഈ പരിചയപ്പെടുത്തിയ 5 മിനി സീരീസുകളും ബിഞ്ച് വാച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുന്ന സീരീസുകളാണ്. എപ്പിസോഡുകളുടെ എണ്ണം മൂലം പല സീരീസുകളും കാണാതെ മാറ്റിവെച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സീരീസുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള സീരീസുകളെയും സിനിമകളെയും പരിചയപ്പെടുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.